ചീനിക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടായിരുന്നോ? ചീനിക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിന് വേറൊരു പേരുണ്ടായിരുന്നു. ചീനിക്കപ്പാറ ശരിക്കും പറഞ്ഞാൽ ഇവിടെയല്ല. ചീനിക്കപ്പാറ എന്ന് പറയുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. ഒരു 1.25 കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ട് അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു, വലിയ പാറ. അതെന്താണെന്ന് വെച്ചാൽ ചീനിക്കപ്പാറ എന്ന് പേര് വരാൻ കാരണം അവിടെ ഈ മലയിൽ നിന്നുള്ള ചീനിക്ക ഒക്കെ പറിച്ചിട്ട് കൊണ്ടുവന്ന് ഉണക്കണ പാറയായിരുന്നു. അപ്പോൾ അത് ചീനിക്ക ഉണക്കുന്ന പാറപ്പുറത്തിട്ടായിരുന്നു ഉണക്കണം. അതുകൊണ്ടാണ് അവിടെ ചീനിക്കപ്പാറ എന്ന് പേര് വന്നത്. പക്ഷെ ഇവിടെ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ പള്ളി ഇങ്ങനെ ഞങ്ങളുടെ സ്ഥലം അതിൻ്റെ അടുത്തായിട്ട് അറിയപ്പെട്ടിരുന്നത് ദേവക്കോട്ട എന്നാണ്. ദേവക്കോട്ട എന്നാണ് സ്ഥലം. ഞാനും അതെന്താ സംഭവം എന്നുള്ളതിനെ പറ്റി ഞാനും കുറേ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കുറച്ച് താഴെ ഒരു പാറ ഉണ്ടായിരുന്നു. ഒരു നിരന്ന ഒരു പാറ, കുറച്ച് ഭാഗം പാറയാണ്. അപ്പോൾ അവിടെ അവിടെ ഇങ്ങനെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഇരുന്നിരുന്നു. അതിലൊരു കാഞ്ഞരൊക്കെ ഉണ്ടായിരുന്നു ആ പാറയുടെ അടിയിൽ. അപ്പം അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ആനയുടെയോ കാളയോ അങ്ങനെയൊക്കെ ഉള്ള ഓരോ വിഗ്രഹങ്ങളൊക്കെ അതിപ്പോൾ ഇവിടെ ഈ പല സ്ഥലത്തും ഉണ്ടായിരുന്നല്ലോ. ഇപ്പം നമ്മളുടെ ഈ മുണ്ടനാട് ആ ഭാഗത്തുണ്ടായിരുന്നു. ഇവിടെ തുടിയൻ മാണി തങ്കച്ചനൊക്കെ താമസിക്കും. അവർ ആ പറമ്പിൻ്റെ ഭാഗത്തായിരുന്നുണ്ടായിരുന്നു, ആ വഴിയിലായിട്ട്. അവിടെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഇതൊക്കെ അങ്ങനെ തട്ടി കളിക്കലുണ്ട്, തട്ടി മറിക്കുകയൊക്കെ. ഈ നാട്ടുകാരൊക്കെ ഈ പുറത്തുനിന്ന് വരുമ്പോൾ മലയിൽ വരുമ്പോൾ മലദൈവങ്ങളെ പൂജിക്കുക, അവർക്ക് ജീവഹാനി സംഭവിക്കാതിരിക്കാൻ മലദൈവങ്ങളാണോ എന്താന്ന് അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ട് അതിനെപ്പറ്റി ഒരു പിടി കിട്ടിയില്ല. ആരോടും ഞാൻ അങ്ങനെ കപ്പ വാട്ടി ഉണങ്ങല കപ്പ എല്ലാ കാലത്തും നമുക്ക് നമ്മള് രണ്ടു തൊണ്ടും പൊളിച്ച് വേണമെങ്കിൽ അങ്ങനെ ആവാം, ഒരു തൊണ്ട് പൊളിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ആവാം. പിന്നെ കപ്പവാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആഘോഷം തന്നെയാണ്. പിന്നെ എന്താന്ന് ചോദിച്ചാല് അന്നിപ്പോ ആഘോഷിക്കുന്ന ആളുകൾ അങ്ങോട്ട് ആഘോഷിക്കാന്നല്ലാണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്നും കപ്പവാട്ടെന്ന് പറഞ്ഞാൽ അത്ര എന്തെങ്കിലും പ്രത്യേക ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നല്ലാണ്ട് അവൻ്റെ ഒരു കുടി കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഫാദർ അങ്ങനെ കുടിക്കുന്ന ആളല്ലായിരുന്നു. കുടിയേറ്റത്തെ കുറിച്ച് ഞാനിപ്പോ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഒരു 80-ലൊക്കെ ആയിരിക്കും, 70-80-ലൊക്കെ. അപ്പൊ അത് കവിത എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, അത് ഈ പാലക്കയത്തെ പറ്റി എഴുതിയാണ് കവിത. അതിന്റെ ആരംഭം എങ്ങനെയാണ്? അപ്പം ഞങ്ങളൊക്കെ എന്നും വൈകുന്നേരം ആകുമ്പോൾ പാലക്കയത്ത് അങ്ങാടിയിലേക്ക് പോകുമായിരുന്നു. പള്ളി ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ അവിടെ, നവോദയം ക്ലബ്ബ് വലിയ സംഭവമാണ്. അതിനൊക്കെ ചരിത്രങ്ങളുള്ളതാണ്. അപ്പോൾ അന്നിങ്ങനെ പോകുമ്പോൾ അവിടെ എന്നും പോയി ഇരിക്കുമ്പോൾ തോന്നണ ഒരു ഇതാണ് ആ കവിതയിൽ ഞാൻ എഴുതിയൊരു കവിതയാണ്. അപ്പോൾ ആ കവിതയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഞാനിത് എഴുതിയിട്ട് ഏതോ അന്നത്തെ കാലത്ത് ഈ ക്രിസ്ത്യൻ പ്രസിദ്ധീകരണങ്ങളിലൊക്കെയാണ് അയച്ചു കൊടുക്കൽ. അപ്പോൾ ഇത് അയച്ചു കൊടുത്തു. ഏത് ഭാഷയിലാണെന്നൊക്കെ ഞാൻ മറന്നുപോയി. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ പള്ളിയിൽ ഒരു ധ്യാനഗുരു വന്നിട്ട് ധ്യാനിപ്പിക്കുമ്പോൾ ഞാൻ ഈ അന്ന് എഴുതിയ ഈ കവിതയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അതായത് ഈ പാലക്കയത്തിന്റെ ആരാന്ന് ആ കവിത പാടിയ അച്ഛന് പോലും അറിയത്തില്ല ഇതാരും എഴുതിയെന്നത്. ഞാൻ അച്ഛനോട് പോയി ചോദിച്ചു ഇതാരുടെ കവിതയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഏതൊരു മാസികയെ കണ്ടതാണ്. അപ്പോ പറഞ്ഞു ഇത് എഴുതിയത് ഞാനാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ്, എന്നുമിറങ്ങുമ്പോൾ ഇന്നുമിറങ്ങി ഞാനൻ മുന്നിൽ ചിരപരിചിതമാമക്കവലയും അവിടെ വായുവിൽ നിറയും നാറിയ മീനിൻ മണവും ആരോ ഇളകിത്തൂറിയ പോലൊരു ചേറിൻ നിറവും. കവലയിൽ ഇരുളു പരന്നാൽ പിന്നെ ചാരായത്തിൻ വീര്യത്തിൽ കുത്തിയ മുണ്ടുകൾ കൈവിട്ടിവിടെ കായും മായും പായും കൂട്ടി പലരും പലരെ അസഭ്യത്തിൻ ഹാരം പലവുരു അണിയിക്കുന്നു. കവലയിൽ ഇരുളു പരന്നാൽ പിന്നെ ചാരായത്തിൻ വീര്യത്തിൽ കുത്തിയ മുണ്ടുകൾ കൈവിട്ടിവിടെ കായും മായും പായും കൂട്ടി പലരും പലരെ അസഭ്യത്തിൻ ഹാരം പലവുരു അണിയിക്കുന്നു. 80-70-കളിലൊക്കെ എഴുതാം. ഇപ്പൊ 70-കളിൽ ഈ ആധുനിക സാഹിത്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പൊ അന്നത്തെ കാലത്തെ യുവാക്കൾക്ക് വലിയ അസ്തിത്വ ദുഃഖം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ അങ്ങനെ നേരിടണം. ഒന്നാമത് തൊഴിലില്ലായ്മ അന്നത്തെ വലിയ പ്രശ്നമാണ്, തൊഴിലില്ല.
തൊഴിലില്ലായ്മ വലിയ പ്രശ്നമായിരുന്നല്ലോ 70-കളിലൊക്കെ. എന്നാൽ ഈ ഹിപ്പിയൊക്കെ ഇറങ്ങണ കാലത്താണ്. ഹിപ്പി അതൊക്കെ ഇട്ടിട്ട് ഹിപ്പികളൊക്കെ ഇറങ്ങി. നമ്മുടെ അവിടെ ഹിപ്പി മുതൂർശിയിലൊക്കെ ഹിപ്പി ഉണ്ടായിരുന്നു. എം ഐ വർഗീസ് മൂപ്പര് നല്ലൊരു ഹിപ്പി ആയിരുന്നു. അപ്പി ഹിപ്പി അങ്ങനെ ആ ടൈപ്പിലുള്ള. ആ കാലത്ത് ഞാൻ 70-കളിൽ ഇങ്ങനെ ഈ അത്യന്താധുനിക സാഹിത്യം, അതായത് നമ്മൾ വായിച്ചാലും കേട്ടാലൊന്നും മനസ്സിലാവില്ല നമുക്ക് അതിന്റെ. അങ്ങനെ വന്നപ്പോൾ ഞാൻ എഴുതിയൊരു കവിതയാണ്. ഈ ഗണത്തിലാത്മാവിൻ തത്വശാസ്ത്രങ്ങളെ പിഴപ്പിക്കും രക്തബന്ധങ്ങളോടിണചേരും ഗണികതൻ കാലടിക്കീഴിലമരുമൂഷരപ്രപഞ്ചത്തിൽ ഉച്ചസ്ഥായിയിൽ മുഴങ്ങും ഗാനകോലാഹലത്തിൽ നിന്നാദമൊന്നു വേർതിരിക്കാനാവാതെ നിത്യസന്ധ്യതൻ ശോണരേഖയ്ക്കുമപ്പുറം നീ വാരി വാരി പുതയ്ക്കുമീ തമോ വിരിപ്പിനെ നോക്കി നിശ്ചലം നിശങ്കതയാണഭികാമ്യമെന്നു നനച്ചു നിർനിമേഷനായി ഏകനായി നിൽക്കുന്നു ഞാനീ നാൽക്കവലതൻ സംഗമം നോക്കി. ഈ കവിത എഴുതണമെങ്കിൽ ഒരു പ്രചോദന കാരണവന്മാരെങ്കിലും ആയിട്ട് ഉണ്ടോ, അതോ എങ്ങനെയാണ്? കാരണവന്മാരും കവിത എഴുതുന്ന ആരും ഉണ്ടായിട്ട് അതെന്താണെന്നറിയോ? ഈ കവിത എഴുതാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുടിയേറ്റത്തിന്റെ കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വന്നിട്ട് അനുഭവിച്ച ഏകാന്തത തന്നെയാണ്. ഈ കവിത മനസ്സിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം ഏകാന്തത അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ചെറുപ്പം എൻ്റെ കുഞ്ഞുനാളിൽ. കാരണം എന്ന് വെച്ചാൽ ഈ കുടിയേറ്റപ്പെടാൻ നടന്നു. നമ്മളിവിടെ ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ്, ആരും തന്നെ അയലൊക്കത്തില്ല. 8-10 ഏക്കർ സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു വീടൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊന്നും വീടുകളില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ തന്നെയൊക്കെ ഇരിക്കണം. ചെറുതായിരിക്കുമ്പോൾ തനിച്ചേ ഉണ്ടാവുള്ളൂ, വേറെ കുട്ടികളൊന്നുമില്ല. ഞങ്ങൾ 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളാണെങ്കിൽ നാട്ടിൽ നിന്ന് പഠിക്കല്ലേ. അപ്പോൾ നമ്മളിവിടെ തനിച്ചേ ഉണ്ടാവുള്ളൂ വീട്ടിൽ. ഇവരിപ്പോൾ എന്തെങ്കിലും ഒരു വീടിന് അല്ല, മൂളിപ്പാട്ട് പാടാനും പറ്റില്ല. കാരണം കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് ഭയമല്ലേ. അപ്പുറത്ത് വനം കിടക്കണു, തെളിഞ്ഞിട്ടില്ല, മുണ്ടനാടും മലബാരം തെളിഞ്ഞിട്ടില്ല. അപ്പോൾ പലതരത്തിലുള്ള ജീവികൾ നമ്മളെ പേടിയാണ്, ഭയം ഉണ്ടാവും. ഏത് സമയം നമ്മൾ ഭയപ്പെടണം. അപ്പം ഞാൻ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ വല്ലാണ്ട് ഭയപ്പെടുകയും ചെയ്തിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം രാത്രി ആയപ്പോൾ മുതൽ ഈ വനത്തിനുള്ളിൽ, അവിടെ മുണ്ടനാട് തെളിഞ്ഞിട്ടില്ലല്ലോ, ബാക്കി ഇവിടെ തെളിഞ്ഞെങ്കിലും ഇവിടെയും വലിയ ഈ പിന്നെ കാടും പടലൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ മുണ്ടനാട് മലബാരത്തു നിന്ന് രാത്രി ഒരു സന്ധ്യ കഴിഞ്ഞപ്പോൾ മുതൽ വലിയ ഒച്ചയും ബഹളവും, ഭയങ്കര ഘോരമായിട്ട് ഇങ്ങനെ അട്ടഹസിക്കണമായിരിക്കൊക്കെ വലിയ ബഹളങ്ങളാണ് വരുന്നത്. മനുഷ്യനോ ആരാന്ന് നമുക്കറിയില്ല, അമ്മ കുട്ടിയല്ലേ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പിടിയില്ലല്ലോ. അപ്പോൾ അവിടുന്ന് ഇതിങ്ങനെ തുടങ്ങിയിട്ട് ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ തുടങ്ങി ഇത് രാത്രിയിൽ ഇങ്ങനെ വരും. ഈ ശബ്ദവും ഭയങ്കര ഒച്ചയിടലും അലർച്ചയൊക്കെ കേൾക്കണത്. അപ്പം നമ്മളിങ്ങനെ പിന്നെ ഇതെന്തെങ്കിലും മലദൈവങ്ങൾ കോപിക്കലോ എന്തൊക്കെ അങ്ങനെ വലിയ കാട്ടിൽ എന്തൊക്കെ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ വന്ന് നേരം വെളുക്കാറായപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വന്നിട്ട്, ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു വലിയ പാറക്കെട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇഞ്ചിയൊക്കെ കയറി ഇങ്ങനെ കിടക്കുന്ന ഒരു കാട് പിടിച്ച സ്ഥലം പാറക്കെട്ട്. അവിടെ വന്നിട്ട് ഈ ശബ്ദം അങ്ങനെ അങ്ങോട്ട് അവസാനിക്കണ്ടായി. അപ്പോൾ നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. രാവിലെ പോയി നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വലിയൊരു പന്നി ഇങ്ങനെ ചത്ത് മരിച്ചു കിടക്കുക, വലിയൊരു പന്നി. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ വലിയ ഒറ്റയാൻ പന്നി എന്ന് പറഞ്ഞാൽ അതൊരു 150 കിലോ ഒക്കെ തൂക്കം വരുന്ന വലിയ പന്നിയാണ്. അതും ഈ കടുവയും പന്നിയും കൂടി, കടുവ പന്നിയെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. പന്നി ഇതിനെ പ്രതിരോധിക്കുന്ന സംഭവമാണ്. ആ യുദ്ധമാണ് ഇപ്പോൾ ആ കേട്ടത്. അങ്ങനെ ഭയങ്കര, നമ്മുടെ കുട്ടികളല്ലേ, അപ്പോൾ നമ്മൾ പേടിക്കുമല്ലോ. അപ്പോൾ രാവിലെ ഈ പന്നി ഇങ്ങനെ മേടിച്ചു. അപ്പോൾ പന്നി ഇങ്ങനെ കിടക്കണു, ചത്ത് കിടക്കണമായിട്ട് കണ്ടു. അപ്പോൾ ആ കടുവ എന്താണെന്ന് വെച്ചാൽ ഈ പന്നി അങ്ങോട്ട് കൊന്നു കഴിഞ്ഞിട്ട് കടുവ ഇതിൻ്റെ ഒരു കഷ്ണം ഇറച്ചി ഇങ്ങനെ കടിച്ചെടുത്തിട്ടാണ് പോകും. അതേ ഒന്ന് തിന്നുള്ളൂ. പിന്നെ അതൊന്ന് ശരിയായിട്ടാണ് പിന്നെ വരിക. അപ്പോൾ തിന്നാൻ എളുപ്പം ഉണ്ടാവുമെന്ന് കരുതിയിട്ടായിരിക്കും. പിന്നെ വൈറ്റൊക്കെ വരുള്ളൂ, എന്നിട്ടാണ് പിന്നെ ബാക്കിയൊക്കെ ഭക്ഷിക്കണത്. അങ്ങനെ കാടിനോടനുബന്ധിച്ച് അപ്പം നമ്മളെ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള വളരെ ഏകാന്തതയും ഒറ്റപ്പെടലും ഭീകരതയും വേദനയൊക്കെ തന്നെയാണ്. അങ്ങനെ സാഹിത്യം എഴുതാനായിട്ട് ആദ്യകാലത്ത് വന്ന മാതാപിതാക്കളൊന്നും ഇല്ലല്ലോ. അല്ല, സൗകര്യങ്ങൾ കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതൊക്കെ വളരെ വിശദീകരിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു തലമുറ ഇവിടെ അവസാനിച്ചു.
ഇപ്പം രണ്ടാം തലമുറയിൽ അവസാനിക്കാറായി നിൽക്കുന്നത് ഞങ്ങളൊക്കെയാണ്. അതെ. വർഷങ്ങൾ കഴിഞ്ഞു പോയില്ലേ. ഇപ്പൊ 4, 5-ാമത്തേക്ക് ഇപ്പം ഇത് മൂന്നാം നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറയും പോയി ഇപ്പം നമ്മുടെ മക്കളായിപ്പോൾ മൂന്നാം തലമുറയായി. അങ്ങനെ അവരുടെ മക്കളായി വരുന്നു. അങ്ങനെ തലമുറകൾ കടന്നുപോയി ഇവിടെ. അതിൻ്റെതായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ കുടിയേറ്റം കഴിഞ്ഞ് ഇപ്പൊ കുടിയിറക്കം എന്ന് പറഞ്ഞാലാണല്ലോ ഇപ്പോഴത്തെ ഒരു സംഭവം. കുടിയിറക്കമാണ്. പിന്നെ അന്ന് കാലത്തെന്ന് പറഞ്ഞാൽ കൃഷി എന്ന് പറയുമ്പോൾ അന്ന് ഭരണകൂടങ്ങളൊക്കെ കൃഷി നമ്മളിവിടെ കയറി ചെയ്യാനും കൃഷി കപ്പയ നെല്ലും പിന്നെ ഭക്ഷ്യവിളകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വലിയ ആനുകൂല്യമായിരുന്നു. അപ്പോൾ അന്ന് ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നല്ലോ. അന്നിപ്പോൾ അത് സർക്കാരുകൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലും, അപ്പോൾ എന്തെങ്കിലും ഒരാളൊരു വെടി വെച്ചു അല്ലെങ്കിൽ ഒരു പന്നിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞാലും അത് ഏരിയയിലെത്തി എന്ന് പറഞ്ഞാൽ അവർ പറയാം അത് സാരമല്ല, നിങ്ങളവിടെ ജീവിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ തോക്കൊക്കെ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലമായിരുന്നു അത്. അന്ന് എല്ലാവർക്കും നമ്മളെ ഈ കുടിയേറ്റ കർഷകരോട് വലിയൊരു അനുകമ്പ ഉണ്ടായിരുന്നു. മലയിൽ വന്ന് കാട്ടിലിങ്ങനെ ജീവിക്കണവരല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ ചെന്നാലും മാഷന്മാർക്കും നമ്മളോട് വലിയ സഹതാപമായിരുന്നു. കാരണം എത്ര ദൂരം നടന്ന് നമ്മൾ ഈ പുഴയും കാടെല്ലാം ഇറങ്ങി വരുമ്പോൾ അവർക്ക് ഇപ്പോൾ VG ബാലമാഷ് എനിക്ക് ചായ വരെ വാങ്ങി തന്നിട്ടുണ്ട്. ചിലപ്പോൾ മാഷ് ഇടയ്ക്ക് മുറുക്കാൻ പോകും, ഇൻ്റർവെൽ സമയത്ത് മുറുക്കുണ്ട് മാഷ്. അപ്പോൾ നമ്മളവിടെ പോയി പറയാം നമുക്ക് ചായ കൊണ്ടുവിടാന്ന് ചോദിക്കും, ഒരു ചായ വാങ്ങിക്കും.